എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ, എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും. അച്ഛാ, നമ്മൾ വീണ്ടും പളുങ്കുകടലിലെത്തി. പളുങ്കുകടലിൻ്റെ നടുക്കെത്തി. ഒരു 8-9 എപ്പിസോഡായിട്ടുണ്ട്. കുറച്ചായല്ലോ, കുറച്ചായി കാണും. കുറേയധികം പേര് പറഞ്ഞോ ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഉപകാരപ്പെട്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ. അച്ഛാ, ഫോൺ അയ്യോ സൈലൻ്റ് ആയിരുന്നുകൊണ്ട് ഞാനത്. ഹലോ, അതെ, അതിൻ്റെ ഷൂട്ടിങ്ങിലാ ഞങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞേ. അല്ലല്ല ഇല്ല, സീരിയലിൻ്റെ പേരൊന്നും എടുത്തിട്ടൊന്നുമല്ല. അല്ല, അങ്ങനെ കരുതല്ലേ. അതിനകത്തൊരു ബൈബിൾ അടിസ്ഥാനമുണ്ട്. ഇല്ല, ശരിക്കും ഇത് കഴിയുമ്പം പളുങ്ക് പോണിന്നും പളുങ്ക് ഷാജിച്ചെന്നൊക്കെ നിങ്ങൾ വിളിക്കണം. അങ്ങനെ ഞങ്ങൾ ശരിയാ. ആത്മസങ്കീർത്തനം പേര് പറഞ്ഞ് തെറ്റൊന്നുമില്ല. സങ്കീർത്തന അതെ മാടപ്രാവിൻ്റെ സംഗീതം, അതൊക്കെ നല്ല പേരാ. അതെ പക്ഷേ ഇതിനൊരു അർത്ഥമുണ്ട്. ഞാൻ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാനിത് കഴിയുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു തരാം. പളുങ്കടലെന്ന് പേരിടാൻ കാര്യം എന്നാന്ന് ഞാൻ പറഞ്ഞു തരാം. ആയിക്കോട്ടെ, എന്തായാലും കാണാതിരിക്കല്ലോ കേട്ടോ. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മാത്രം. ആമേൻ. താങ്ക് യു. പേരിങ്ങനെ സീരിയലിൻ്റെ പേര് പോലെയും ഇങ്ങനെ മാസികയ്ക്കകത്ത് വരുന്ന അതിൻ്റെ പേര് പോലൊക്കെ വരുന്നുണ്ടല്ലോ. ഈ പളുങ്കടൽ നിട്ടെന്ന് ചോദിച്ച ഒരാൾ വിളിച്ചതാ. പക്ഷെ ഞാൻ എബിയോട് പറഞ്ഞപ്പോൾ എബിയായി പേരെടുക്കുകയായിരുന്നു. ആദ്യം എനിക്കും തോന്നിയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ആത്മസങ്കീർത്തനത്തിൻ്റെ നടവഴി എന്നൊക്കെ ഇട്ടുകൊണ്ടൊന്നും തെറ്റൊന്നുമില്ല. അങ്ങനെയാണല്ലോ ഒരു സുവിശേഷത്തിൻ്റെ പ്രോഗ്രാം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ബോണിയിൽ സംഭവിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബൈബിളിലുള്ള ഒരു മനോഹരമായ പേരാണ്. ഇത് വെളിപാടിൽ കിടപ്പുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട്. വെളിപാട് 4:7 സിംഹാസനത്തിന് മുമ്പിൽ ഒരു പളുങ്കുകടൽ, സിംഹാസനത്തിന് മുമ്പിൽ മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. ഓ, സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ, ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. 6-ാം വാക്യം കേട്ടോ, 4:6. സിംഹാസനത്തിന് മുമ്പിൽ ഒരു പളുങ്കുകടൽ. സിംഹാസനത്തിന് മുമ്പിൽ ഒരു പളുങ്കുകടൽ. അപ്പം പിന്നെ ഇത് പാട്ടുമായിട്ട് ബന്ധിപ്പിച്ചപ്പോൾ ശുശ്രൂഷയാണല്ലോ ഇത്. ഈ പളുങ്കുകളെന്ന് വരണം. വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെ വെളിപാട് വായിച്ചുകൊണ്ടിരുന്നപ്പം ഒരുപാട് സാധനങ്ങൾ ഈ ബൈബിളിനകത്തുണ്ട്. ഇടിക്കണ്ട കേട്ടോ. അത് ഇത് വചനത്തിൻ്റെ കുറിപ്പുകളൊക്കെ പ്രസംഗിക്ക് സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴേ ഓരോ വചനം കുറിച്ച് വെക്കണം. പണ്ടൊരു വീട്ടിൽ വലിയ പ്രശ്നമായി പോയില്ലേ? പണ്ടൊരു വീട്ടിൽ റേഷൻ കാർഡ് കാണുന്നില്ല. റേഷൻ കാർഡ് തപ്പി, ശവശാമി നീ അവിടെ തപ്പി ഇവിടെ തപ്പി എല്ലാം തപ്പി കഴിഞ്ഞിട്ട് മക്കളെല്ലാം കൂടെ തപ്പി. ഭാര്യ വന്നില്ല, വെച്ച ആൾ വന്നില്ല. അപ്പം ചെടുത്തി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ പോയി തപ്പാൻ? ഞാൻ വെച്ചെടുത്ത് അതിരിപ്പുണ്ടെന്ന് പറഞ്ഞ്. ബൈബിളിൽ സ്വസ്ഥമായിട്ടിരിപ്പുണ്ട് റേഷൻ കാർഡ്. കാരണം അതുമാത്രം തുറന്ന് വായിക്കുന്ന പതിവില്ലല്ലോ. അങ്ങനെ വന്നതല്ല കേട്ടോ, അങ്ങനെ വന്നതല്ല. ഇതിപ്പോൾ ഞാൻ എൻ്റെ കുറിപ്പുകളൊക്കെയാണ് ഞാൻ പറയാൻ വന്നത്. എൻ്റെ ബോണി, ഞാൻ പറയാൻ വന്നത് വെളിപാടിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് കണ്ടോ, 15:2 അഗ്നിമയമായ പളുങ്കുകടൽ പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു. 15:2 മൃഗത്തിൻ്റെ മേലും അവൻ്റെ പ്രതിമയുടെ മേലും അവൻ്റെ നാമസംഖ്യയുടെ മേലും വിജയം വരിച്ച് ദൈവത്തിൻ്റെ വീണ പിടിച്ചുകൊണ്ട്
പളുങ്കുകടലിൽ നിൽക്കുന്നവരെ ഞാൻ കണ്ടു. ശരിക്കും അത് ഭയങ്കര ഒരു ഒരു ശരീരത്തിൽ എന്നെ ഈ അടുത്ത ഇടയ്ക്ക് സ്വാധീനിച്ച ഒരു ചിന്തയാണ്. പാട്ടുകാരൻ ദൈവത്തിൻ്റെ വീണ പിടിക്കുന്നവൻ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പളുങ്കുകടലിൽ നിൽക്കണം. ആ മുത്തെടുത്തിങ്ങനെ വാരിക്കൊടുക്കണം. അതാ ദൈവിക ഗാനശുശ്രൂഷ. ഗാനശുശ്രൂഷ വഴി പളുങ്ക് കിട്ടുന്നില്ലെങ്കിൽ പാടരുത്. പളുങ്ക് വിതറാൻ പറ്റുന്നില്ലെങ്കിൽ പാടരുത്. അത് ശബ്ദഭംഗിയിലല്ല, തന്ത്രീനാദത്തിൻ്റെ ശ്രുതി വ്യത്യാസം, അതിലൊന്നുമല്ല. ഒരു സമർപ്പണമാണ്. ദൈവത്തിൻ്റെ വീണ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിൽ നിൽക്കുന്ന വലിയ ഗാനശുശ്രൂഷകർ ലോകത്തുണ്ടാകണം. ഈ ഏലീഷ പ്രവാചകനാണെന്ന് തോന്നുന്നു, മങ്ങിയപ്പള്ളി മനസ്സ് മെലങ്കോളിക്കായപ്പം മടുത്തപ്പം ഒരു പാട്ടുകാരനെ കൊണ്ടുവരാൻ പറഞ്ഞു. പാട്ടുകാരനെ ഇരിക്കി പാടെന്ന് പറഞ്ഞു. പാടിയപ്പോൾ അഭിഷേകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്ന് സാമുവേലിൻ്റെ 2 പുസ്തകത്തിൽ കിടക്കുന്നു. ഈ സാവൂൾ അഭിഷേകം ചെയ്യപ്പെട്ടു. ദാവീദ് പാടുമ്പോൾ അല്ലേ? ദാവീദ് പാടും ദുരാത്മാവ് ഓടി. അതുകൊണ്ട് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ദുരാത്മാവ് വിട്ടുപോയി. അപ്പോൾ സാവൂൾ അഭിഷേകം ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേ, അഭിഷേകം ചെയ്യപ്പെട്ട സാവൂള് മുദ്ര കിട്ടി, അഭിഷേകം കിട്ടി. പക്ഷേ ഇദ്ദേഹത്തെ ഒരു ഭാഗം പറയുന്നുണ്ട്, മലമുകളിൽ നിന്നും ഒരു പ്രവാചക വൃന്ദം ചെണ്ട, മൃദംഗം, സാരംഗി തുടങ്ങിയ വാദ്യമേളങ്ങളുമായി ഇറങ്ങി വന്നു. എന്ന് വെച്ചാൽ അപ്പോൾ ആ പ്രവാചകണത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു പാട്ടുകാരൻ. ദാറ്റ് മീൻസ് ആക്ച്വലി ഇൻസ്ട്രുമെന്റ്സ് അവരുടെ കയ്യിലുണ്ട്. അപ്പം ഗാനശുശ്രൂഷകർ പ്രവാചകന്മാരാണ്. ഇവർ പാടിയപ്പം കൃത്യം ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് സാവൂളിൻ്റെ മേലെ ദൈവാത്മാവ് വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാട്ടൊരു പാലാഴി അഭിഷേകമാണ്, പളുങ്കുകടൽ അഭിഷേകമാണ്. ദൈവത്തെ സ്തുതിക്കുന്നവനും സുവിശേഷ വേല ചെയ്യുന്നവനും ഒരു പളുങ്കുകടലില്ല. അതുകൊണ്ട് ആ പാട്ട് അനലൈസ് ചെയ്യുന്ന ഈ ശുശ്രൂഷയിൽ നമ്മൾ പളുങ്കുകടൽ വെളിപാടിൽ ഇരിക്കുന്ന 3 തവണ പളുങ്കുകടൽ പറയും. 4, 6 ഒരു തവണ, 15, 2 തവണ. പളുങ്കുകടൽ കാണുന്നു ഞാൻ, പളുങ്കുകടൽ കാണുന്നു ഞാൻ, വിജയഗീതം പാടുന്നു ഞാൻ എൻ്റെ കുഞ്ഞാടേ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ അതായത് ഇന്നലത്തെക്കാളും ഇന്ന് കർത്താവിൻ്റെ വരവിനോട് അടുത്തല്ലോ. നമുക്ക് നാളെ എന്ന് പറയാൻ പറ്റില്ല. കാത്തിരിക്കുന്ന കാലം ഇന്നലത്തെക്കാളും വർദ്ധിച്ചല്ലോ, അടുത്തല്ലോ ഇന്നലത്തെ വെച്ച് നോക്കുമ്പം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെളിപാടിൻ്റെ ഒരു ആരാധന കത്തോലിക്ക സഭയ്ക്ക് വശമാകാനുണ്ട്. വെളിപാടിൻ്റെ ഭാഗം നമ്മൾ ആരാധിക്കുമ്പോഴേ ഒറ്റയ്ക്ക് ഈശോയെ, സർവ്വസ്വരൂപനെ, മഹത്വത്തിൻ്റെ രാജാവേ, ഓസ്തിയിൽ വസിക്കുന്നവനെ, നിനക്ക് സ്തുതി കർത്താവേ, എൻ്റെ ഉള്ള ഈ ഒരു രീതി മാറിയിട്ട് വെളിപാടിൻ്റെ ചില ഭാഷയുണ്ട്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. അപ്പം ശരിക്കും സഭ അതിലേക്ക് കാലെടുത്ത് വെക്കണം. അതുകൊണ്ടാണ് ഈ ആ പേര് സജസ്റ്റ് ചെയ്ത് എന്നെ വിളിച്ചിട്ട് 1-2 പേര് പറഞ്ഞു. ശരിക്കും അവർക്കൊരു പ്രോഗ്രാം കാണുന്നതല്ല, എന്നുവെച്ചാൽ സന്തോഷം തോന്നി. നമ്മളാണെങ്കിലും പോണി നമുക്കറിയാമല്ലോ, നമ്മളൊന്നും ഏച്ച് കെട്ടി ചെയ്തിട്ടില്ല. ഒരു എന്താ പറയുക, ഒരുങ്ങി ഇന്നത് ഇപ്രാവശ്യം പറയണം, ഇങ്ങനെ ഇത്രയും കവർ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഒരു സത്യമുണ്ട്. അല്ല, എൻ്റെ അടുത്തും ഒത്തിരി പേരല്ലെങ്കിലും 2-3 പേരൊക്കെ പറഞ്ഞത് ഒരു വർത്തമാനം പറയുന്നൊരു ഫീലിങ്സ് ആണ് അവർക്ക് കിട്ടുന്നത്. എനിക്ക് എന്നോട് പറഞ്ഞു, 1-2 പേര് പറഞ്ഞ ഒരു അനുഭവം ഇതാണ്. അവർക്കൊന്ന് കരഞ്ഞ് കണ്ണൊന്ന് നിറഞ്ഞ് പിന്നീടൊന്ന് പറന്നുയരാൻ. ശരിക്കും വിജയം വരിച്ചവൻ വീണമീട്ടിൽ പളുങ്കുകടലിൽ നിൽക്കുന്നത് പോലെ ഒരു ഫീല്. അച്ഛൻ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. പാട്ട് പാടുന്നവൻ പളുങ്കുകടലിൽ നിന്ന് വേണം പാടാൻ. തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്ന എല്ലാ സംഗീത ശുശ്രൂഷകരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അല്ലേ? നന്നായിട്ട് പാടുന്ന ഒത്തിരി പേര് ശുശ്രൂഷയിലുണ്ട്. എന്നാ ശ്രുതി നിശ്ചയം, ആരെയും താഴ്ത്തുകയല്ല. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവമേ, ചിലപ്പം ആ വലിയ പാട്ടുകാർക്ക് ഇല്ലാതെ പോകുന്നത് പളുങ്കെടുത്ത് കൊടുക്കാൻ പറ്റിയില്ല. തിരിച്ച് പളുങ്ക് പ്രതീക്ഷിക്കുക. അഭിനന്ദനത്തിൻ്റെ പളുങ്ക്, സമ്മാനത്തിൻ്റെ പളുങ്ക്. ഇവിടുന്ന് പളുങ്ക് കടലിൽ നിന്നിട്ട് ശരിക്കും ഗിറ്റാർ കൊണ്ടൊക്കെ തട്ടി പളുങ്കെറിഞ്ഞു കൊടുക്കണം. കനൽ മാത്രം തിന്നുന്ന മനുഷ്യരാണ്, അവർക്ക് പളുങ്കിട്ട് കൊടുക്കണം. അവരുടെ കനലിൻ്റെ മുകളിൽ പളുങ്ക് കൊണ്ടൊരു പാച്ച് വർക്ക് ചെയ്യണം. അപ്പോൾ പാട്ട് അഭിഷേകമായിട്ട് ഇറങ്ങി വരും. സുന്ദരമായ ഒരു വിഷനാണ് അച്ഛൻ ഷെയർ ചെയ്യുന്നത്. അതങ്ങനെ ഇറങ്ങി അപ്പോൾ വരുമ്പോൾ ഉണ്ടല്ലോ, അപ്പം നമുക്ക് ഈഗോ ഒന്നുമില്ല. ഇപ്പം ബോണി ഗിറ്റാർ വായിക്കുന്നു, ഞാൻ പാടുന്നു, എനിക്ക് എന്നാലാവുന്ന വിധം പളുങ്ക് ഈ ദുഃഖിതനായ ഈ മകന് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ സദ്വാർത്ത കൊടുക്കാനാണ് ഞാൻ പാടുന്നത്. പളുങ്ക് എറിഞ്ഞു കൊടുക്കുക. ഇട്ട് കൊടുത്താലും പോലെ വളരെ ദൂരത്തേക്ക് എറിഞ്ഞു കൊടുക്കണം. അപ്പം ചിലപ്പം സ്വരം ഉയർത്തി യേശുവേ, അപ്പോൾ ശ്രുതി പോവും. എൻ്റെ രക്ഷക നീ മാത്രമാണെൻ്റെ ബലമേശുവേ, ഒന്ന് വടിയായി
ഒന്ന് വടിയായി മനോബലമായി മഴ പോലെ നാഥ പറന്നിറങ്ങണമേ എന്ന്. അപ്പം ശ്രുതി ചിലപ്പോൾ പോയെന്നിരിക്കും, പക്ഷെ അതിനകത്തൊരു പളുങ്ക് കടൽ അഭിഷേകം വരും. ദൈവത്തിൻ്റെ വീണ മീട്ടി ദൂരേക്ക് പോവുകയാണ്. അകന്നകന്ന് അന്റാർട്ടിക്ക മുതൽ ആർട്ടിക്ക വരെ പളുങ്ക് കടൽ പോകണം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. പളുങ്കുകടൽ കാണുന്നു ഞാൻ, പളുങ്കുകടൽ കാണുന്നു ഞാൻ, വിജയഗീതം പാടുന്നു ഞാൻ എൻ്റെ കുഞ്ഞാടേ. പക്ഷേ ഇത് പുതിയ പാട്ടാണോ? ഇത് പിന്നെ ഞാൻ ചുമ്മാ ഉണ്ടാക്കി പാടിയെന്നേ ഉള്ളൂ. പളുങ്ക് ശുശ്രൂഷയിൽ ഇനി പറഞ്ഞതാണ്. ഒരു 72 മണിക്കൂർ മുഴുവൻ ഇരുന്നിങ്ങനെ ദേശീയ ആരാധിച്ചു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി പാട്ടായത്. പളുങ്കുകടൽ കാണുന്നു ഞാൻ, പളുങ്കുകടൽ കാണുന്നു ഞാൻ, വിജയഗീതം പാടുന്നു ഞാൻ എൻ്റെ കുഞ്ഞാടേ. പുസ്തകച്ചുരുൾ വാങ്ങുവാനും അതിൻ്റെ മുദ്ര തുറക്കുവാനും യോഗ്യൻ നീ മാത്രം എൻ്റെ കുഞ്ഞാടേ. അതായത് രഹസ്യങ്ങൾ പാട്ടുകാരൻ പ്രവാചകനാണ്. സത്യം പറഞ്ഞാൽ ഇതൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ എല്ലാ പാട്ടുകാരും ഇതറിയണം. അവർ ചെയ്ത ശുശ്രൂഷ ഇന്നലെ വരെ മോശമാണെന്ന് പറയല്ല കേട്ടോ. ഓ മൈ ഡിയർ സിംഗർ, യു ആർ എ പ്രോഫറ്റ്. ഗായക, നീ ഒരു പ്രവാചകനാണ്. അത് നീ ഒന്ന് അറിഞ്ഞാൽ നീ ഒരു പ്രവാചകനല്ലാതെ നീ പ്രവാചകനെ സഹായിക്കുന്ന ഒരു ദാസ്യവേലക്കാരനല്ല, ഹെൽപ്പറല്ല. നീ ഒരു പ്രവാചകനാണ്. ഗായക, നീ ഒരു പ്രവാചകനാണ്. കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. എത്രയോ ദിനവൃത്താന്തത്തിലും മറ്റുമൊക്കെ ഗാന ശുശ്രൂഷയെ സംവിധാനം ചെയ്യാൻ പെടാപ്പാട് പെടുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാരെ ചേർത്ത് നിർത്തി പാടിയപ്പോൾ മേഘം വരിക, ഇതൊക്കെ ഇന്ന് സംഭവിക്കണം. പാടുമ്പോൾ എൻ്റെ ബോണി എൻ്റെ ജീവിതത്തിൽ 95-96 മുതൽ ശ്രമിക്കുന്ന, അതായത് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ പാട്ടുകൾ പാടുകയും അപ്പോൾ എന്നെ മടക്കി അയച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോടുമായിട്ട് ഞാൻ പറയുക, ഞാൻ നാണം കെട്ടിട്ടുണ്ട് പാട്ടിനെ പ്രതി. എന്തെന്നാൽ ചില ഭാഗത്ത് ശുശ്രൂഷ ചെയ്യുമ്പം ഒരു വചനം വരുമ്പോൾ അത് പാട്ടാക്കുന്ന സത്യം പറഞ്ഞാൽ പാട്ടാക്കാനുള്ള കൊതി കൊണ്ടല്ല. എനിക്ക് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ 2 പഴയ പാട്ട് പാടിയേ പോരെ, അപ്പോൾ ഹിറ്റാകത്തില്ലേ. ഇപ്പം ഞാനൊരു ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ ഇപ്പം അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല തന്നെ പാടുകയാണെങ്കിൽ വീണ്ടും ആ പാട്ട് ഹിറ്റാക്കി എടുക്കാം. അതിന് പകരം അന്റാർട്ടിക്ക മുതൽ ആർട്ടിക്ക വരെ നിന്റെ നാമം ജ്വലിച്ചിടട്ടെ, അത്ഭുതം തീരാത്ത വലം കൈ കൊണ്ടു നീ അഭിഷേകം ചെയ്തിടണം. ഇപ്പോൾ വന്ന പാട്ടാ ഇതിപ്പോൾ. ഇങ്ങനെ പാടുമ്പം ആരെങ്കിലുമൊക്കെ തൊടും. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി പാടും. പ്രത്യേകിച്ച് വചനം അങ്ങനെ പാടും. ശരിക്കും ഒരു സ്ഥലത്ത് ശുശ്രൂഷ പലയിടത്തും മുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ പാട്ടെ. അതിലൊരു ശുശ്രൂഷ പ്രത്യേകമായിട്ട് മുടങ്ങാൻ കാരണം അങ്ങേര് മുഴുവൻ സമയം പാട്ടാന്ന് പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വിഷമം തോന്നി. കാരണം പാട്ട് പാടി ശോഭിക്കാനാണെങ്കിൽ നല്ല നമ്മുടെ പാട്ടുകൾ തന്നെ ഇടയ്ക്ക് പാടിച്ച നല്ല അത് തന്നെ പാടിച്ചാൽ മതിയില്ല. പറഞ്ഞായിരുന്നല്ലോ നമ്മൾ. ഈ വചനം പറഞ്ഞിട്ട് വചനം പാട്ടാക്കും. അല്ല, അതൊരു പ്രത്യേക അഭിഷേകം. അപ്പം അവിടെ നിന്ന് വിളിച്ചില്ല, ചുമ്മാ പാട്ടും കൂത്തുവാന്ന് പറഞ്ഞു. പ്രസംഗം കാര്യമായിട്ടൊന്നും ഈ അച്ഛന് പറയാനില്ലാത്തതുകൊണ്ട് പാട്ടാന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചിരി വരുന്നുണ്ട്, ദുഃഖവും വരുന്നുണ്ട്. ശരിക്കും അത് പറഞ്ഞ് ഉപേക്ഷിച്ചെന്നേ പലയിടത്തും. അടുത്തടുത്തുമ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞു, അച്ഛാ പാട്ടിച്ചൂടെ കുറച്ചിട്ട് കേൾക്കാത്ത വചനങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സഭാപ്രസംഗൻ്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം, എല്ലാത്തിൻ്റെയും പരിസമാപ്തി ഇതാ, എല്ലാം കേട്ടത് തന്നെ, കേൾക്കാത്തൊന്നും ആർക്കും പറയാനില്ല, ദൈവഭയമുള്ളവനായിരിക്കുക. അപ്പോൾ ദൈവഭയം ഉളവാക്കാൻ ദൈവത്തിൻ്റെ വചനം വിറയലോടെ ഒന്ന് ഇംപ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പാടാറുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അതേ പാട്ടിലൂടെയുള്ളൊരു ശുശ്രൂഷ ഇപ്പോൾ ശാലോമിൽ വരുന്നു. ദൈവം അനുഗ്രഹിച്ച് ലോകമെമ്പാടും ശുശ്രൂഷകൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഞാൻ ചുമ്മാ ഉണ്ടാക്കി വെച്ച കൊച്ചു നറുമണി പാട്ടുകളാണ്. എന്നോർത്ത് നോക്കിയപ്പോൾ പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നു ദൈവം ചെയ്യാൻ പോകുന്നു. നൈറ്റ് വിജയിൽ ദൈവം തന്ന പാട്ടാണ്. എൻ്റെ സഹോദര, ആ പാട്ട് എൻ്റെ ബോണി എത്ര പേർക്ക് ആശ്വാസമായി. അത് മതി. അപ്പോൾ വചനം ഹബക്കുക്ക് 1:5 പക്ഷേ അത് 10 തവണ പറഞ്ഞാലും ചിലപ്പോൾ കയറണമെന്നില്ല. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി ഈ നാളുകളിൽ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കയറണമെന്നില്ല. പക്ഷെ ആ വഴി തന്നെ വ്യത്യാസമൊന്നും വരുത്തിയില്ല. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് പാടി കേൾപ്പിച്ചപ്പം അത് സ്വീകരിച്ചു.
അങ്ങനെ ആ ഒരു പശ്ചാത്തലമാണെന്ന് പറയുമായിരുന്നു. മനസ്സിലായി. ബോണിക്ക് ഇത് വല്ല ഭാരം ഉണ്ടാക്കിയായിരുന്നു, അല്ലെങ്കിൽ ചോദിക്കുക വല്ലതും ചെയ്തായിരുന്നു? എങ്ങനെ? ഈ പളുങ്കുകടലിൽ അങ്ങനെ ഭാരം വന്നില്ല. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചായിരുന്നു, എന്താണ് പളുങ്കുകടൽ എന്ന് പറഞ്ഞ് പേരിട്ട് എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു ഷാജി അച്ഛൻ്റെ പേരാണത്. ഷാജി അച്ഛൻ്റെ പേരെന്ന് പറഞ്ഞാൽ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ പളുങ്ക് ഷാജി അച്ഛൻ എന്നുള്ള അർത്ഥത്തിലല്ല. ശാലോമൻ ഈ പേര് കൊടുക്കുമ്പോൾ ശാലോം പ്രാർത്ഥിച്ചിട്ട് അത് കണ്ടെത്തുകയായിരുന്നു. അല്ലാതെ ഞാൻ കൊടുത്തു, എനിക്ക് ആ പേര് കിട്ടുകയായിരുന്നു. സത്യം പറഞ്ഞത് ഞാൻ ഒരു ആൽബത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന പേരാണ്. പക്ഷേ ആത്മാവ് പറഞ്ഞു അത് കൊടുക്കാൻ പറഞ്ഞു. ദൈവഹിതമാണെങ്കിൽ സ്വീകരിക്കപ്പെട്ടു. പക്ഷേ ഇതായിരുന്നു അതിൻ്റെ ആശയം. പുസ്തകച്ചുരുൾ വാങ്ങുവാനും അതിൻ്റെ മുദ്ര തുറക്കുവാനും യോഗ്യൻ നീ മാത്രം എൻ്റെ കുഞ്ഞാടേ. ഭാരം മറന്നു ഞാൻ ആരാധിക്കാം, രോഗം മറന്നു ഞാൻ ആരാധിക്കാം, സങ്കട ക്രൂശുകൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ആരാധന ഒരു പളുങ്കുകൾ, ഒരു മുത്തഭിഷേകം എന്ന് പറയും. ഞാൻ ആരോ ചില ശുശ്രൂഷകൾ ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു മുത്തഭിഷേകം, എല്ലാവരുടെയും ശിരസിലേക്ക് മുത്തിങ്ങനെ ഒരു മുത്തിങ്ങനെ കൊഴിയുന്നത് പോലെ ഒരു അഭിഷേകം. മുത്തുകൾ അല്ലേ? മുത്തിൻ്റെ ഒരു അഭിഷേകം, മുത്തുമണി കൊണ്ടുള്ളൊരു കിരീടം. ആരാധിക്കുന്നവൻ പിന്നെ കിരീടം ചാർത്തി ഇറങ്ങി വരണം. ആരാധിക്കുന്നവൻ പിന്നെ കണ്ണും തുടച്ചിറങ്ങി വരല്ലേ. അവൻ പളുങ്കുകടലിലായിരിക്കണമല്ലോ. ദൈവത്തിൻ്റെ നോക്കിക്കേ, സിംഹാസനസ്ഥൻ്റെ മുമ്പിൽ പളുങ്കുകടലുണ്ടെങ്കിൽ വീണ വീട്ടുന്നവൻ പളുങ്കുകടലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? വീണ വീട്ടി പാടിയവൻ ഓൾമോസ്റ്റ് റീച്ച് അപ് ടു ദ ചെയർ ഓഫ് ഗോഡ്, ത്രോൺ ഓഫ് ഗോഡ്. അപ്പം ആരാധിക്കുന്നവൻ പാടി ആരാധിക്കുമ്പോൾ നമ്മൾ ഈ പളുങ്കുകടലിലൂടെ നീന്തി മുട്ടോളമല്ല, അരയോളമല്ല, കഴുത്തോളമല്ല, നീന്തി ഈ കർത്താവിൻ്റെ അടുത്തെത്തും. അവനാ മുദ്ര തുറക്കുന്ന കർത്താവ്. പുസ്തകച്ചുരുൾ കയ്യിലുള്ള ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പുസ്തകച്ചുരുൾ വാങ്ങുവാനും വചനം വ്യാഖ്യാനിക്കാനും മുദ്ര തുറക്കാനും കഴിവുള്ള ദൈവം പാടുമ്പോൾ ഇതിനെ പൊട്ടിച്ച് അഭിഷേകം തരും, നമുക്കായിട്ട് തരും. അപ്പോൾ ഈ ബോണി അത് പാടുമ്പം എൻ്റെ കെട്ടുപൊട്ടും. അച്ഛാ, ഈ പാട്ടിൻ്റെ സ്റ്റാൻസ് എങ്ങനെയാ അച്ഛൻ കമ്പോസ് ചെയ്തത്? എങ്ങനെയാ അച്ഛാ? ഇതിപ്പോൾ പുതിയ പാട്ടല്ലേ? ഇത് പുതിയ പാട്ടാണ്. സ്റ്റാൻസ് എങ്ങനെയാ? ഇത് കമ്പോസ് ചെയ്ത് വചനത്തിൽ തന്നെ. അതെങ്ങനെയാണെന്ന് അറിയാം. ഉദാഹരണം ബോണിത്തെ ബൈബിളിൽ 15-ാം അധ്യായത്തിൽ, വെളിപാടിൻ്റെ 15-ാം അധ്യായത്തിലാണല്ലോ ഞാൻ ഈ പറഞ്ഞത്, വീണ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സുവിശേഷം നിൽക്കുന്നതായിട്ട് കണ്ടത്. അപ്പം ഞാനത് വീണ്ടും എടുക്കുമ്പം അപ്പോൾ അതിന് മുമ്പും ചുമ്മാ ഇങ്ങനെ വായിക്കുമ്പം ഇങ്ങനെ അതിന് ഇതാണോ 19-ാം അധ്യായം. അപ്പം തുറന്നപ്പോൾ അങ്ങനെ കിട്ടുന്നത്, സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു, ഇതാ ഒരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു, അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു, അവൻ്റെ മിഴികൾ തീനാളം പോലെ, അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. അപ്പോൾ എന്തിനാ കിരീടങ്ങൾ? എന്തിനാ അനേകം കിരീടങ്ങൾ? എന്തിനാ? ഇവനെന്തിനാ? ഒരു കിരീടം പോരെ? ഒരു തലയിലേ ഉള്ളൂ. അവൻ്റെ കയ്യിൽ അനേകം കിരീടങ്ങളുണ്ട്. കാരണം അവൻ്റെ കൂടെ ചേരുന്നവരുടെ എല്ലാം ശിരസിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ഒരുപാട് കിരീടം, അനേകം കിരീടങ്ങളുണ്ട്. അപ്പോൾ ഈ വെള്ളക്കുതിരയുടെ പുറത്ത് ഏറി വരുന്ന വിശ്വസ്തൻ്റെ കൂടെ പറക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അപ്പോൾ പാട്ടിങ്ങ് വരും, വെള്ളക്കുതിരമേലേറുവാനും മിന്നലു പോലെ പറക്കുവാനും എന്നെയും കൂടെ കൊണ്ടുപോകൂ എൻ്റെ കുഞ്ഞാടേ. വെള്ളക്കുതിരമേലേറുവാനും മിന്നലു പോലെ പറക്കുവാനും എന്നെയും കൂടെ കൊണ്ടുപോകൂ എൻ്റെ കുഞ്ഞാടേ. മിന്നും കിരീടങ്ങൾ എൻ്റെ മാറിൽ, മിന്നും കിരീടങ്ങൾ എൻ്റെ ശിരസ്, മിന്നും കിരീടങ്ങളിലൊന്നു അപ്പം ഇങ്ങനെ പാട്ട് പറക്കും. മിന്നും അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ കമ്പോസറായി വരുന്ന സമയം തന്നെ ഞാൻ ഈ പറഞ്ഞത്, മിന്നും കിരീടങ്ങൾ ഇന്നെനിക്ക് സ്വന്തമായി നൽകണേ എൻ്റെ നാഥ, സങ്കടം എല്ലാം മറന്നു നിൻ സ്തോത്രം പാടും ഞാൻ, തങ്കകിരീടങ്ങൾ സ്വന്തമായി ഇന്നെനിക്കേകണേ പൊന്നുനാഥ. ഇങ്ങനെ പാട്ടങ്ങനെ ഉപയോഗിക്കും. അപ്പോൾ ഇത് പാടുമ്പോൾ ആർക്കെങ്കിലും ശരിക്കും പറഞ്ഞാൽ നാണക്കേട് കൊണ്ടോ വല്ലതൊക്കെ ചതഞ്ഞിരിക്കുന്നവർക്ക് ശിരസിൽ ഒരു കിരീടം വെച്ച് കൊടുത്ത പോലെയല്ല, അവർക്ക് അപ്പം തന്നെ കർത്താവ് ചില വഴികൾ തുറക്കും. കാരണം
ഈ പാട്ട് നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ചെയ്യുന്ന, അതെ, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച ആ ഒരു വിശ്വാസത്തിൽ അതുകൊണ്ടാണ് പാടത്തോടും. അല്ല, അതിപ്പോൾ അച്ഛൻ ഇപ്പം തന്നെ ഇവിടെ ഇരുന്നുണ്ടായി ഈ വരികൾ പാടിയത് അല്ലേ? എൻ്റെ പകുതി ഭാഗം പാടിയത്. അപ്പോൾ അത് ആ കാഴ്ചപ്പാട് എനിക്ക് ഇപ്പം ബോണി ചോദിച്ചപ്പോഴാണ് കിട്ടിയത്. ആ അനേകം കിരീടങ്ങൾ എന്നൊക്കെയുള്ള ഭാഗമില്ലേ, അതപ്പോൾ കിട്ടിയപ്പം കിരീടങ്ങൾ ആർക്കുള്ളതാ? അല്ല, നമുക്ക് തരാനുള്ള. അപ്പം വെള്ളക്കുതിരയുടെ മേലെ കയറ്റിക്കൊണ്ട് പോയിട്ട് ചുമ്മാതെ ആകാശം കാണിച്ചിട്ട് ചുമ്മാതെ ടിക്കറ്റും മേടിച്ച് പൈസ മേടിച്ച് വിടുകയല്ല. മിന്നും കിരീടങ്ങൾ സ്വന്തമായി ഇന്നു നിനക്കേകും നിന്റെ നാഥൻ, എല്ലാം മറന്നിന്ന് സ്തോത്രം പാടിടുവിൻ. ശരിക്കും പറഞ്ഞാൽ പാട്ടിൻ്റെ ഭാഗം ഇപ്പോഴാണ് ശരിക്കും ആ ആശയം അതിലേക്ക് വന്ന് വീണു. അപ്പോൾ അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം തോന്നിയാണെന്നറിയാം, ബോണി ശ്രദ്ധിച്ചില്ലായിരിക്കും, ബോണി പാടിയായിരുന്നു കൂടെ പെട്ടെന്ന് ഈ പുതിയ പാട്ട്. മറ്റേതൊക്കെ ബോണി കേട്ട പാട്ടുകളായിരുന്നു, ബോണി എൻ്റെ കൂടെ പാടി. വെള്ളക്കുതിരമേലേറുവാനും മിന്നലു പോലെ പറക്കുവാനും എന്നെയും കൂടെ കൊണ്ടുപോകൂ എൻ്റെ കുഞ്ഞാടേ, മിന്നും കിരീടങ്ങൾ സ്വന്തമായി ഇന്നു നിനക്കേകും പൊന്നുനാഥൻ, എല്ലാം മറന്ന സ്തോത്രം പാടുവാൻ വാ. അച്ഛന് കുഞ്ഞാട് എന്നുള്ള പ്രയോഗം 2-3 വട്ടം പാട്ടിലുണ്ടായിരുന്നു. അത് വെളിപാടിൻ്റെ ഒരു ഭാഷയാണ്. കുഞ്ഞാട് വെളിപാടിൻ്റെ ഒരു ഭാഷയാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, കുഞ്ഞ ആട്, കുഞ്ഞാട്. പക്ഷെ അത് ഭയങ്കര ഒരു അടുപ്പം ഫീൽ ചെയ്യും നമുക്ക് ആ വാക്കിൽ. ആ ഒരു തീർച്ചയായിട്ടും, കാരണം ഈ മുയലിൻ്റെയും ആടിൻ്റെയും എന്തിൻ്റെയും കുഞ്ഞ്, അപ്പം അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുമ്പോഴേ കുനിഞ്ഞു കൊടുത്ത ആട്, കുഞ്ഞാട്, ഭാരം കൊടുക്കാൻ കുനിഞ്ഞു കൊടുത്ത ആട്. അപ്പം കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നൊക്കെ ഉണ്ടല്ലോ വെളിപാടിൽ. അത് ഒരേ സമയം ചരിത്രമാണ്, സഭ പഠിപ്പിക്കുന്നു, ഒപ്പം അതിനകത്ത് വരുവാനിരിക്കുന്നതിൻ്റെ അംശം മറഞ്ഞിരിപ്പുണ്ട്. വെളിപാടെന്നാ പേരെങ്കിലും അതൊരു മറയാടാണ്. അതിനകത്ത് ഒത്തിരി മറിഞ്ഞിരിക്കുക ഇപ്പോൾ അത് പുറത്തോട്ട് വരാനുണ്ട്. എന്താണ് കുഞ്ഞാട്, എന്താണ് ഈ കുഞ്ഞാടിൻ്റെ മഹത്വം, ഇനിയും അനാവൃതമാകാനുണ്ട്. അപ്പം അതിന് നമുക്കത് പാടി പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം വരും. പളുങ്കുകടൽ കാണുന്നു ഞാൻ, പളുങ്കുകടൽ കാണുന്നു ഞാൻ, വിജയഗീതം പാടുന്നു ഞാൻ എൻ്റെ കുഞ്ഞാടേ, കുഞ്ഞാടേ. പളുങ്കുകടൽ കാണുന്നു ഞാൻ, പളുങ്കുകടൽ കാണുന്നു ഞാൻ, പഴയ പാപം മറക്കുന്നു ഞാൻ എൻ്റെ കുഞ്ഞാടേ. പുസ്തകച്ചുരുൾ വാങ്ങുവാനും അതിൻ്റെ മുദ്ര തുറക്കുവാനും യോഗ്യൻ നീ മാത്രം എൻ്റെ കുഞ്ഞാടേ. പടം. പുസ്തകച്ചുരുൾ വാങ്ങുവാനും അതിൻ്റെ മുദ്ര തുറക്കുവാനും യോഗ്യൻ നീ മാത്രം എൻ്റെ കുഞ്ഞാടേ. ഭാരം മറന്നു ഞാൻ ആരാധിക്കാം, രോഗം മറന്നു ഞാൻ ആരാധിക്കാം, സങ്കട ക്രൂശുകൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. കാരണം വെള്ളക്കുതിരമേലേറുവാനും മിന്നല് പോലെ പറക്കുവാനും എന്നെയും കൂടെ കൊണ്ടുപോകും എൻ്റെ കുഞ്ഞാട്, കൊണ്ടുപോകും. വെള്ളക്കുതിരമേലേറുവാനും മിന്നല് പോലെ പറക്കുവാനും എന്നെയും കൂടെ കൊണ്ടുപോകും എൻ്റെ കുഞ്ഞാട്. മിന്നും കിരീടങ്ങൾ സ്വന്തമായി ഇന്നു നിനക്കേകും പൊന്നുനാഥൻ. സങ്കടഭാരങ്ങൾ എന്തിനാണ് ഇന്നിനിയും, ഇനി എന്തിനാണ് കരയുന്നത്? കർത്താവ് വരും. മറാനാഥ, അവൻ വേഗം വരുന്നു. ഇതാ അവൻ സമ്മാനവുമായി വേഗം വരുന്നു. അവസാന വാക്കുകളാണ്. ഇതാ നിനക്കുള്ള സമ്മാനവുമായി വേഗം വരും. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കണം. അവൻ ബോണി ഞാനും കരയണ്ട. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കണം. ഇപ്പോൾ സങ്കടത്തിലിരിക്കുന്നവരെ, ഇപ്പോൾ ചിരിക്കാൻ ഒരു കാരണവുമില്ലാത്തവരെ, കണ്ണുനീരിങ്ങനെ റാന്ന് ഒഴുകി വരുന്നവരെ, നിങ്ങൾ കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കണം. എന്തെന്നാൽ ഇതാ അവിടുന്ന് സമ്മാനവുമായി വരുന്നു. നിനക്കുള്ള സമ്മാനം, നിനക്കൊരിക്കലും ബലമതിക്കാനാവാത്ത, നീ ഒരിക്കലും സ്വപ്നം കാണാനാവാത്ത ഒരു സമ്മാനവുമായി നിൻ്റെ കർത്താവ് നിൻ്റെ അടുത്തേക്ക് വരും. അതുടനെ സംഭവിക്കും. ഇതാ ഞാൻ വരുന്നു, വേഗം വരുന്നു എൻ്റെ സമ്മാനവുമായി. നമുക്ക് പറയാം, കർത്താവേ വേഗം വരണമേ, കർത്താവേ വേഗം വരണമേ, കർത്താവേ വേഗം വരണമേ, കർത്താവേ വേഗം വരണമേ. കർത്താവേ വേഗം വരണം. ആമേൻ.